നമസ്കാരം. ഷെഖേന ന്യൂസ് 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 610 കുടുംബങ്ങളുടെ സ്വത്തിനും ജീവനും പുല്ലുവില കൽപ്പിച്ച വഖഫ് എന്ന അധിനിവേശ ശക്തിയുടെ കടന്നുകയറ്റം മനസാക്ഷിയുള്ള മലയാളി ഞെട്ടിച്ച ഒരു സത്യമാണ്. ഒരു വർഷത്തിലേറെയായ സമരങ്ങളുടെയും പോരാട്ടത്തിന്റെയും ഒടുവിൽ കഴിഞ്ഞ ദിവസം മുനമ്പം തീരദേശ ജനതയ്ക്ക് അനുകൂലമായ ഒരു വിധി വന്നിരുന്നു. അതിനെ തുടർന്ന് സമരം നടത്തിവന്ന ഒരു വിഭാഗം സമരം അവസാനിപ്പിക്കുകയും പൂർണ്ണമായും വഖഫിന്റെ പിടിയിൽ നിന്നുള്ള മോചനം ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മറ്റൊരു വിഭാഗം സമരം തുടരുകയും ചെയ്യുന്നു. ഈ വിഷയമാണ് ഇന്ന് 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം സാമൂഹിക നിരീക്ഷകൻ ഫാദർ ജോഷി മയ്യാറ്റിലും മുനമ്പം സമരസമിതിയിൽ നിന്നും ശ്രീമതി സന്ധ്യ ഫിലിപ്പും ചേർന്നു. മുനമ്പം ഭൂസംരക്ഷണ സമിതിയിൽ നിന്നും ശ്രീ ജോസഫ് ബെന്നിയെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം ചർച്ച തുടരുകയാണ്. ഫാദർ ജോഷി മയ്യാറ്റിൻ, മുൻപത്തെ വിഷയം അവസാനം വന്ന കോടതി വിധിയിൽ തീരുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരു താൽക്കാലിക ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു വിധിയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? കോടതി വിധി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വിധി വായിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്താണ് അവിടെ പറഞ്ഞത്? അത് ഒരു ഇടക്കാല ഉത്തരവാണ്. ആ ഇടക്കാല ഉത്തരവിൽ ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അത് മുനമ്പംകാര് കരം അടയ്ക്കുന്നതിന് അത് സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിന് അനുവാദം ഉണ്ട്. അതും താൽക്കാലികമായി അന്തിമ വിധിയും കാര്യങ്ങളൊക്കെ വരുന്നത് വരെ. ഇത്രയേ ആ വിധിയിലുള്ളൂ. അപ്പോഴ് അങ്ങനൊരു വിധി കൊണ്ട് നിർത്താനുള്ളതായിരുന്നു ഈ സമരമെങ്കിൽ എന്ത് ലക്ഷ്യമാണ് ഈ സമരം തുടങ്ങിയപ്പോൾ ഇവർക്കുണ്ടായിരുന്നത് എന്ന് നന്നായിട്ടൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതൊക്കെ നിങ്ങളുടെയൊക്കെ വീഡിയോയിലൊക്കെ ഇതുവരെ സമരം തുടങ്ങിയ അന്ന് മുതൽ ഈ 415, 416 ദിവസം വരെയുള്ള സമയങ്ങളിൽ പറഞ്ഞത് എന്തൊക്കെ എന്ന് കൃത്യമായിട്ടുണ്ട്. സമ്പൂർണ്ണ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കപ്പെടുന്നതുവരെ സമരം, അതായിരുന്നു സമരത്തിന്റെ പ്രത്യക്ഷമായ ലക്ഷ്യം. ഇപ്പോൾ കരമടക്കാൻ അനുവാദം കിട്ടി എന്ന് കേട്ടതോടുകൂടി ആ ലക്ഷ്യം പൂർത്തിയായി എന്ന് വിചാരിക്കുകയാണോ ഭൂസംരക്ഷണ സമിതി? രണ്ടാമത്, ഈ ഭൂസംരക്ഷണ സമിതി ഇപ്പറഞ്ഞ മാധ്യമങ്ങൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഇട്ടുതന്ന ഈ കാരണങ്ങളുണ്ടായിരുന്നു. 2 കാരണങ്ങളാണ് മാധ്യമങ്ങൾക്ക് ഈ സമരം നിർത്താനായി ഭൂസംരക്ഷണ സമിതി നൽകിയിരുന്നത്, പലരോട് പറഞ്ഞിരുന്നത്. ഒന്നാമത്തേത് ഇപ്പറഞ്ഞ കാരണവും, രണ്ടാമത്തേത് പോക്കുവരവ് നടത്താനായി ഒരു സ്പെഷ്യൽ ഹെൽപ്പ് ഡെസ്ക് ഇട്ടുകൊടുക്കാം, ഒരു സ്പെഷ്യൽ ഹെൽപ്പ് ഡെസ്ക് ഇട്ടുകൊടുക്കാമെന്ന് റവന്യൂ വകുപ്പ് വാഗ്ദാനം നൽകിയിട്ടുണ്ട് അത്രേ. അപ്പൊ ഈ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സമരം നിർത്താനായിട്ട് തീരുമാനിക്കുന്നത് എന്ന് മീഡിയയ്ക്ക്, കേരളത്തിലെ മീഡിയയ്ക്ക് ലഭിച്ച ഒരു ഇൻഫർമേഷൻ, ഇവരിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻ അതാണ്. പലർക്കും പല ഇൻഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നലെ ഇടവകപ്പള്ളിയിൽ ഞാൻ കേട്ടത്, അവിടെ സംബന്ധിച്ചവര് നിന്ന് കേട്ടത്, അവിടെ മറ്റു പല കാരണങ്ങളും പറഞ്ഞു. ഒന്ന്, സമരം നടക്കുന്നത് കൊണ്ട് ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ട്. എന്തിന്? കുടുംബത്തിൽ തന്നെയും പ്രശ്നമുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ട്. അപ്പോ സമരം പ്രശ്നമുണ്ടാക്കുന്നു, ഒരു കാരണമായിട്ട്. മറ്റൊരു കാരണമായിട്ട് പറഞ്ഞത് സെമിത്തേരി നവീകരിക്കാനായി പോകുന്നു, അതുകൊണ്ട് താൽക്കാലികമായി സമരം നിർത്തിവെക്കുന്നു. പക്ഷേ ഇപ്പറഞ്ഞ മറ്റു 2 കാര്യങ്ങളും അവിടെ പറഞ്ഞതായി കേട്ടില്ല. അപ്പോൾ ഇങ്ങനെ പല ഉത്തരങ്ങൾ പറയേണ്ടി വരുന്നത്, പല കാരണങ്ങൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? തങ്ങൾ സമരം നിർത്തുന്നതിന് ശരിയായ കാരണമില്ല എന്ന് ഇക്കൂട്ടർക്കു തന്നെ ഉറപ്പ് ഉള്ളത് കൊണ്ടല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിയാണ്. ഇപ്പം ഇത്രയും നാള് നടത്തി വന്ന സമരത്തിന് എന്ത് ഗുണമാണ് ഇപ്പോൾ ഈ അവസാന നിമിഷം ഉണ്ടായത് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ് ശരിക്കും. ഇപ്പോൾ ഈ അവസാനം വന്ന വിധി ഉണ്ടല്ലോ, ഇപ്പൊ ഈ വിധി കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അവര് വാദിക്കുന്നത് പോലെ മുന്നോട്ട് ഈ വഖഫിൽ നിന്നും നമുക്കൊരു രക്ഷ നേടുന്ന തരത്തിലേക്കുള്ള ഏതെങ്കിലും നീക്കങ്ങൾ ഈ വന്ന വിധിയിൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ? വന്ന വിധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്നിരിക്കുന്നത് 2022 ഒരു കേസിന്റെ
അതിൻ്റെ ഉള്ളൊരു ഇടക്കാല വിധിയാണ് സിംഗിൾ ബെഞ്ചിന്റെ. ഇതിൽ ആകപ്പാടെ ഉള്ളത് ലാൻഡ് ടാക്സ് സ്വീകരിക്കാമെന്നേ ഉള്ളൂ. അത് 2022 കരം അടക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ മുനമ്പം നിവാസികൾ അന്ന് ഭൂസംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ കൊടുത്ത കേസാണ്. കരം അടയ്ക്കാനായി അനുവാദം തരണം. അതിന് അനുവാദം അന്ന് സിംഗിൾ ബെഞ്ച് അതിന് അനുവാദം കൊടുത്തു. അപ്പോഴാണ് വഖഫ് സംരക്ഷണ സമിതി എന്ത് ചെയ്തത്? അതിന് മുകളിലേക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയത്. ആ ഡിവിഷൻ ബെഞ്ച് ആ സിംഗിൾ ബെഞ്ചിന്റെ ആ തീരുമാനത്തിന് സ്റ്റേ നൽകുകയും എന്നിട്ട് അന്ന് പറഞ്ഞതാണ്, 2022 അന്ന് പറഞ്ഞതാണ്, 2022 2023 അത് എന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അന്ന് പറഞ്ഞത് ഈ കേസ് വിശദമായി കേട്ട് ഒരു ഫൈനൽ വിധി പറയൂ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫൈനൽ വിധി 2022 കൊടുത്ത കേസിൽ പറയാനായിട്ട് ഇത്രയും നാള് സാധിച്ചില്ല. അത് കേസ് നടത്തിപ്പ് ശരിയായ രീതിയിലല്ലാത്തതുകൊണ്ട് നീണ്ടുപോയി. ഇപ്പോ വീണ്ടും അത് വന്നിരിക്കുന്നു. ഇനി ഇതിനുള്ളൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് കഴിഞ്ഞ ഒക്ടോബർ 9 മറ്റേ ആ ഒരു ഡിവിഷൻ ബെഞ്ച് വിധി വന്നല്ലോ. ആ ഡിവിഷൻ ബെഞ്ച് വിധിയിൽ ഇത് വഖഫ് ഭൂമിയല്ല എന്നൊരു നിരീക്ഷണം അന്ന് നടത്തിയല്ലോ. അതിന്റെ ആ ഒരു വെളിച്ചത്തിൽ ആണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും എടുക്കാനായിട്ട് ഒരു ഇടയായിട്ടുള്ളത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിൽ നിന്ന് വഖഫിൽ നിന്ന് മാറുന്നു എന്നൊന്നും അതിൽ ഒരു വകുപ്പും ഇല്ല. വഖഫിൽ നിന്ന് മാറണമെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് വിധി ലഭിക്കണം. അല്ലാതെ വഖഫിൽ നിന്ന്, വഖഫ് ആസ്തി പട്ടികയിൽ നിന്ന് അത് മാറുകയില്ല. അപ്പോ ആ വിധി നടപ്പിലായാലേ അത് മാറുകയുള്ളൂ. ഇതാണ് ജോയ്സ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ശരിയാണ്, വളരെ വ്യക്തമാണ്. ശ്രീമതി സന്ധ്യ ഫിലിപ്പ്, മുനമ്പത്ത് ഇപ്പോൾ നടക്കുന്ന സമരം, എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമരത്തിൽ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പം ഇപ്പോൾ നടക്കുന്ന സമരം അതുപോലെ ഓക്കെ അപ്പൊ ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തിലും അതുപോലെ ഇപ്പൊ ഈ അവസാനിപ്പിച്ച വിഭാഗത്തിലും ഇലക്ഷൻ മുന്നിൽ കണ്ട്, ഇപ്പൊ വരാൻ പോകുന്ന ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടിട്ട് ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? അങ്ങനെ തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഇവിടെ വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം എത്തിയിട്ടില്ല. വീണ്ടും നമ്മളോട് ഇപ്പൊ താൽക്കാലിക ഒരു വിധിയാണ് നമുക്ക് കരം അടക്കാം എന്നുള്ളത് തന്നിരിക്കുന്നത്. ഇനി 17-ാം തീയതിയാണ് വിശദമായ വാദങ്ങൾ നടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുവരെ പോലും കാത്തു നിൽക്കാതെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം പെട്ടെന്ന് അവസാനിപ്പിക്കൽ എന്നുള്ളത് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നത്. ഓക്കെ അപ്പൊ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാനും സാധിക്കത്തില്ല. ശരിക്കും ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ വിധികൾ ഇപ്പോൾ പലത് വന്നു, നമുക്കറിയാം. ഇപ്പൊ ഇതിനു മുന്നേ വന്ന വിധിയും വഖഫിൻ്റെതല്ല എന്നുള്ള ഒരു വിധിയൊക്കെ വന്നായിരുന്നല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാകാം ഇതിൽ ഒരു സൊല്യൂഷൻ കാണാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിനോ ഒന്നിനും സാധിക്കാതെ ഇതിങ്ങനെ വർഷങ്ങളോളം നീണ്ടുപോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് അടിസ്ഥാനപരമായി ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്, ഇത് അടിസ്ഥാനപരമായ ഒരു ലെജിസ്ലേഷന്റെ പ്രശ്നമാണ്, ഒരു നിയമനിർമ്മാണത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ വഖഫ് മുനമ്പം പ്രശ്നത്തിനും വഖഫ് നിയമത്തിനും തമ്മിലാണ് ബന്ധമുള്ളത്. അതുകൊണ്ട് ഈ ലെജിസ്ലേഷനിൽ വന്നിട്ടുള്ള പ്രശ്നം, ആ പ്രശ്നം ഓൾറെഡി ഭേദഗതിയിലൂടെ അത് മാറിക്കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ചട്ടങ്ങൾ തയ്യാറാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അവിടെ വലിയ വീഴ്ചയാണ് കേന്ദ്ര സർക്കാരിന് സംഭവിക്കുന്നത്. 3 ആഴ്ചക്കുള്ളിൽ റെഡിയാക്കാം എന്ന് പറഞ്ഞ കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു, അദ്ദേഹം ഇവിടെ മുനമ്പത്ത് വന്നു പറഞ്ഞാണ് 3 ആഴ്ചക്കുള്ളിൽ ചട്ടങ്ങൾ റെഡിയാക്കാം. ഇപ്പൊ 7 മാസമായി എന്നോർക്കണം. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോവുകയും ചെയ്തു എന്നോർക്കണം. ഇനി വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കാം എന്ന് പറയാൻ പോലും ഇന്ന് കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കുന്നില്ല. അത് വലിയൊരു വീഴ്ചയാണ്. അപ്പോൾ സർക്കാർ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ
സുപ്രീം കോടതിയിൽ അത് കേസ് പോയി, അതിന്റെ ഇടക്കാല വിധിയെ വന്നിട്ടുള്ളൂ. ഇനി അന്തിമ വിധി വരണം, അന്തിമ വിധി വന്നാലേ ചട്ടങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഇക്കാര്യത്തിന്റെ പിന്നിലുണ്ട്. ഞാൻ പലരെയും ഈ മേഖലയിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന മറുപടി ഇത് അന്തിമ വിധി സുപ്രീം കോടതിയിൽ വന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഒരു ചോദ്യമുണ്ട്, ഒരു വല്ലാത്തൊരു ചോദ്യമുണ്ട്. ഈ CAA ഒക്കെ പാസ്സാക്കിയത്, അല്ലെങ്കിൽ അതിന്റെ ചട്ടങ്ങൾ പാസ്സാക്കിയത് ഏത് അന്തിമ വിധി വന്നിട്ടാണ്? ഇതുപോലെ ഇടക്കാല ഉത്തരവല്ലേ വന്നിട്ടുള്ളത്? അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് മുനമ്പത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ വഖഫ് നിയമത്തിന്റെ കാര്യത്തില് ഈ അന്തിമ വിധി വന്നാലേ ഇത് ചെയ്യാനാകൂ എന്ന് പറയുന്നത്? അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായി, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമായ നിലപാടുകൾ, അതിനോട് വിയോജിപ്പ് കൃത്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. രണ്ട്, ഈ മുനമ്പം വിഷയത്തിനും വഖഫ് നിയമത്തിനും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നിലപാട് അത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. കാരണം വഖഫ് നിയമത്തിലെ നമ്പറുകളൊക്കെ പറഞ്ഞിട്ടാണ് 2019 ഇത് വഖഫ് ആസ്തി പട്ടികയിലേക്ക് ചേർത്തിട്ടുള്ളത്. ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അവസാനം ഇത് ബ്ലോക്ക്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യങ്ങളേ ഉള്ളൂ. ഇനി ഇപ്പോൾ നോക്കൂ, LDF ഗവൺമെന്റിന്റെ കാലത്താണ് ഈ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. വഖഫ് ബോർഡ് മുനമ്പം അധിനിവേശം നടത്തിയിട്ടുള്ളത് LDF സർക്കാരിന്റെ കാലത്താണ്. ഈ LDF സർക്കാരിന്റെ കാലത്ത് വന്ന ഈ വിഷയം എന്ന് മാത്രമല്ല, കോടതി കണ്ടെത്തിയല്ലോ. അതായത് വഖഫ് ബോർഡ് വേണ്ട പ്രൊസീജറൽ കറക്റ്റ്നെസ് ഇല്ലാതെയാണ് ഇത്തരം ഒരു ഉത്തരവിട്ടതെന്നും അത് സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും സർക്കാരിനില്ല എന്നും, അതായത് റവന്യൂ വകുപ്പിന് ഉണ്ടായിരുന്നില്ലെന്നുമല്ലേ നിരീക്ഷണം വരുന്നത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാള് 40-50 ദിവസമാകുന്നു ആ വിധി വന്നിട്ട്, ആ വിധിയിലെ നിരീക്ഷണം വന്നിട്ട്? ഈ 50 ദിവസമായിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന് സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ, പ്രത്യേകിച്ച് ആകെ കോടതിയിൽ നിലനിൽക്കുന്നത് ഈ കരത്തിനെ കുറിച്ചുള്ള കേസാണ്. പക്ഷെ അന്ന് ഈ ഭൂസംരക്ഷണ സമിതി സമ്പൂർണ്ണ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു ആ കാര്യത്തില്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാത്മാർത്ഥതയും ഇല്ലാത്ത നിലപാട്. ഇതിൽ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്കൊരു ചാൻസ് കൂടി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ശ്രീമതി സന്ധ്യ, ഇപ്പോഴത്തെ ഈ മുനമ്പം പ്രശ്നം, അതായത് മുനമ്പത്തെ സമരസമിതിയുടെ സമരം ഇന്നലെ ഇത് അവസാനിക്കുന്ന സാഹചര്യവും അതുപോലെ പുതിയ സമരം തുടങ്ങുന്ന സാഹചര്യമൊക്കെ വന്നപ്പോൾ പല മാധ്യമങ്ങളിലും വന്നൊരു വാർത്തയാണ് BJP സ്പോൺസേർഡ് ആയിട്ടുള്ള സമരം തുടരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യമാണോ അവിടെ നിലനിൽക്കുന്നത്? എന്താണ് നമുക്ക്? ഇതുവരെ മുനമ്പത്ത് നടന്നത് ആരും സ്പോൺസർ ചെയ്ത സമരം ആയിരുന്നില്ല. ഇത് മുനമ്പം ജനതയുടെ സമരമാണ്. ആ ജനങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ സമരം ചെയ്യും. അതായത് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങള് പുനഃസ്ഥാപിക്കുന്നത് വരെ. ഞങ്ങൾ ഈ ചട്ടക്കൂടുകളിൽ നിന്ന്, അതായത് ഞങ്ങൾ ഇത്രയും നാളും താമസിക്കുന്നത് ഇവിടെ എന്തോ തടവിലാക്കപ്പെട്ട ആളുകളെ പോലെയാണ്. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പലർക്കും വീട് വെക്കാനോ മക്കളെ വിദേശത്തേക്ക് പഠനത്തിന് വിടാനായിട്ടോ ഉപരിപഠനത്തിന് വേണ്ടിയിട്ടോ വിവാഹാവശ്യങ്ങൾക്കായിട്ടോ ഒന്നും പറ്റാത്ത, ഒരു നല്ലൊരു ചികിത്സ പോലും കിട്ടാതെ പലരും ഈ നാളുകൾക്കുള്ളിൽ തന്നെ മരിച്ചുപോയി. അപ്പം ആ ഒരു ദയനീയാവസ്ഥ പോലും ഞങ്ങളുടെ ആരും കാണാനില്ല. ഞങ്ങളുടെ ഈ സമരം അതിനു വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിമപ്പെട്ട് ചെയ്തൊരു സമരമല്ല. അപ്പൊ ആ സമരം തന്നെയാണ് ഞങ്ങൾ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത്. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വരെ ഞങ്ങളുടെ ഈ സമരം ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ തുടങ്ങിയത് അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വരെയാണ് ഈ സമരം എന്നുള്ളതായിരുന്നു ഞങ്ങൾ തുടങ്ങിയപ്പെടുത്ത മുദ്രാവാക്യം. അത് തന്നെയാണ് ഇന്നും ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് പൂർണ്ണമായി ഞങ്ങൾ ഇതിൽ നിന്ന് മോചിതരായി സ്വതന്ത്രരായാലേ ഞങ്ങളുടെ ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ സമരം നിർത്തിയ ആൾക്കാർക്ക് ഈ പറയുന്ന അവകാശങ്ങളോ അല്ലെങ്കിൽ അതൊന്നും വേണ്ടാത്തവരാണ്, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വേണ്ടെന്നല്ല, എനിക്ക് തോന്നുന്നത് അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഒരു താൽക്കാലിക നിയമം, ഒരു ഓർഡർ വന്നു എന്നുള്ള രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ കരമടക്കാൻ ഞങ്ങൾക്ക് 2023 കിട്ടിയതാണ്, 24 കിട്ടിയതാണ്.
അത് ഒരാഴ്ചത്തേക്കൊക്കെയാണ് നമുക്ക് അതെന്താ ആ നിയമം ആ ഓർഡർ കിട്ടുന്നത് എങ്ങനെയാണ്? വഖഫിന്റെ ഭൂമിക്ക് ഇവിടെ അനധികൃത കുടിയേറ്റക്കാർക്ക് വഖഫ് ഭൂമിക്ക് വേണ്ടി കരമടക്കാം. അങ്ങനെയാണ് അതിനകത്ത് വ്യവസ്ഥ വന്നിരിക്കുന്നത്. അതിന്റെ പേരിലാണ് വീണ്ടും ഞങ്ങൾ ഫ്രീസ് ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വഖഫിന്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഞങ്ങളെ മോചിതരാക്കുക. എന്നാലേ ഞങ്ങൾ ഇവിടെ ഫ്രീ ആവൂ. ഈ കരമടക്കുന്ന ഇപ്പോഴും ഞങ്ങൾ കരമടക്കാന്ന് പറഞ്ഞു. ഈ കരമടച്ചത് ആർക്കാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത് ഞങ്ങളുടെ ഭൂമിക്ക് തന്നെയാണോ, ഇപ്പൊ വഖഫിന്റെ ഭൂമിക്ക് തന്നെയാണോ ഞങ്ങൾ അടച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാനും കരമടച്ച വ്യക്തിയാണ്. കരമടക്കാന്ന് പറഞ്ഞപ്പോ ആദ്യ ദിവസം തന്നെ കരമടച്ച വ്യക്തിയാണ്. പക്ഷെ ഇത് വഖഫിന്റെ ഭൂമിക്കാണോ അടച്ചിരിക്കുന്നതെന്നും ഞങ്ങളുടെ ഭൂമിക്കാണോ അടച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല. ഇത് ഞങ്ങൾ ഒരു കരമടച്ചത് കൊണ്ട് ഒരു ഭൂമിയിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഭൂമി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു മത്സ്യബന്ധന മേഖലയാണ്. ഇവിടെയുള്ള ജനങ്ങള് ഈ ഒരു ആധാരത്തേല് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കാരണം ഇവിടെ അത്ര വലിയ സമ്പന്നരായ മനുഷ്യരൊന്നും ഇല്ല. ഇവിടെ വിരലിലെണ്ണാവുന്ന കുറച്ചു പേര് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവര്, ഈ പണയപ്പെടുത്താണ്ട് ജീവിക്കാൻ പറ്റുന്നവര്. അല്ലാത്തവരെല്ലാവരും ആശ്രയിക്കുന്നത് ഞങ്ങളുടെ സൊസൈറ്റികളെയും KSFE അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രീകൃത ബാങ്കുകളെയൊക്കെയാണ്. ഈ ബാങ്കുകളിലെല്ലാം നമ്മളുടെ ഈ ഭൂമിയുടെ ആധാരം എടുക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ ഇവിടെ കടം പെരുകിയിരിക്കുകയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും. അതായത് പലിശക്കും പല സ്ഥലങ്ങള് പല സോഴ്സിൽ നിന്ന് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്ന്. ഇപ്പൊ എനിക്കറിയാവുന്ന വ്യക്തിപരമായി അറിയാവുന്ന പലരും ഉണ്ട്. അവരുടെ മക്കളുടെ വിവാഹം നടത്താൻ ബന്ധുക്കളുടെ പട്ടയങ്ങൾ വാങ്ങിച്ച് ആധാരങ്ങൾ വാങ്ങി പണയപ്പെടുത്തി അവരൊക്കെ വളരെ അവർക്ക് അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഭയങ്കര വലുതാണ്. അപ്പൊ നമ്മൾക്കിത് എത്രയും വേഗം നേടിയെടുക്കണം എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ഈ സമരം കൊണ്ടുപോകുന്നത്. അപ്പൊ അറ്റത്ത് ഇപ്പൊ എന്തായാലും നമ്മൾക്കൊരു 17-ാം തീയതി ഒരു വിശദമായ വാദം ഉണ്ടാകുമെന്ന് നമ്മളതിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം നിർത്തിക്കളഞ്ഞ് അത് ഇവിടെയുള്ള ജനങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അത് അറിയുന്നത് മാധ്യമങ്ങളിൽ കൂടിയാണ്. ഇവരെ സമരം നിർത്തുന്നു എന്നുള്ളത് അറിയുന്നത്. പിന്നെ ഇന്നലെ രാവിലെ പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറയുമ്പോഴാണ് ഇത് താൽക്കാലികമായി നിർത്തുകയാണെന്ന് പറയുന്നത്. വീണ്ടും നമ്മൾക്കിത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുനരാരംഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ചു പേര് ആലോചിക്കുന്ന അങ്ങനെ ഇടക്ക് വെച്ച് നിർത്തേണ്ട ആവശ്യമല്ലല്ലോ ഒരു സമരം എന്ന് പറയുന്നത്. സമരം നമ്മൾ ഇടക്ക് നിർത്തിയിട്ട് വീണ്ടും തുടങ്ങുന്ന ഒരു കാര്യമല്ലല്ലോ. നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് ഇനിയിപ്പം തിരിച്ച് ഭൂസംരക്ഷണ സമിതി സമരം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അവരെ കൂടി തന്നെ ചേരും. നമ്മൾക്ക് ഇതിനകത്തൊരു വിഭാഗീയതയുമില്ല. നമ്മളുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മളുടെ ഭൂമി സ്വതന്ത്രമാക്കി കിട്ടണം. അത് ഞങ്ങളുടെ ആണെന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാനായി ഞങ്ങൾക്ക് കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. തീർച്ചയായിട്ടും ഒരു സമരം എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ടിന് വേണ്ടി ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയെങ്കിലും ചെയ്യാമായിരുന്നു എന്നതൊരു ന്യായമാണ്. ഇത്രയും നാള് നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവില്ലായിരുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം. ശ്രീ ഫാദർ ജോഷി മയ്യാറ്റിൽ, ഇപ്പം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ സമരം നിർത്തണമെങ്കിൽ നമുക്കത് എന്ന് വേണമെങ്കിലും സമരം നിർത്തായിരുന്നല്ലോ. അപ്പൊ ഇത്രയും നാളത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. സമരം നിർത്താനാണെങ്കിൽ അത് നേരത്തെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇത്രയും നാള് സമരം എത്തിച്ച് ഇപ്പൊ ഈ അവസാനം ഈ തെരഞ്ഞെടുപ്പ് എത്തുന്ന സമയത്ത് ചിലരുടെ പൊള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളിൽ അവിടെയുള്ള പലരും വീണു പോയതായിട്ട് നമുക്ക് കരുതാൻ സാധിക്കുമോ? അതുപോലെ മറ്റൊരു കാര്യം കൂടെ, ഇപ്പം ഈ വിധി വന്നതിന് ശേഷം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്ന ഒരു കാര്യമാണ് പല പാർട്ടികളും പല രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ ഒരു അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സംഭവം. അതിനൊക്കെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക? ഇതില് രാഷ്ട്രീയ പാർട്ടിയുടെ കെണിയിൽ വഖഫ് സംരക്ഷണ ഭൂമിയുടെ ഭാരവാഹികൾ പെട്ടു എന്നുള്ളതില് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം എന്താണ് ടാക്സ് അടക്കുക എന്ന് വെച്ചാൽ, എന്താണ് ഇടക്കാല ഉത്തരവ് എന്ന് വെച്ചാൽ. ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് വരെ കേരളത്തിൽ അറിയാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ സമയത്ത് ഇതുപോലെ ഒരു ന്യായീകരണവും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ പെട്ടെന്ന് സമരം അവസാനിപ്പിച്ചപ്പോൾ അത് സ്വാഭാവികമായിട്ടും മറ്റ് ചില സംശയങ്ങളിലേക്ക് ആണ് മനുഷ്യരെ കൊണ്ടുപോകുന്നത്. ഇത് എന്താണ് ഇതിന്റെ ഡീല്? പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ സമയത്ത്
ഇലക്ഷന്റെ സമയത്ത് ഇതുപോലുള്ള ഒരു കാര്യം ചെയ്തപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തു ഡീലാണ് ഇതില് അവര് നടത്തിയിട്ടുള്ളതെന്ന് സ്വാഭാവികമായ ചോദ്യമാണ് വരുന്നത്, സ്വാഭാവികമായ ചോദ്യം. പിന്നെ ഓൺലൈനിലൊക്കെ പലരും പലതും ക്ലെയിം ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വിധി വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകാവുന്ന കൃത്യമായൊരു കാര്യമുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നും തന്നെയില്ല. പക്ഷേ ഓർക്കണം, ഈ ഭാരവാഹികൾ തന്നെയും പറഞ്ഞു വരുത്തുന്നത് എല്ലാ അവകാശങ്ങളും തിരിച്ചു കിട്ടി എന്നാണ്. ഇന്നലെ ഗുഡ്നസ് ടിവിക്കാണെന്ന് തോന്നുന്നു ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഒരാൾ പറയുന്നത് കേട്ടു, എല്ലാ അവകാശങ്ങളും തിരിച്ചു കിട്ടിയിട്ടുണ്ട്, എല്ലാ അവകാശങ്ങളും തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നൊരു ഭാരവാഹി പറയുമ്പോൾ, ഇന്ന് ആ പരിസരത്തുള്ള 1.5 സെന്റ് ഭൂമി മാത്രമുള്ള ഒരു വീട്ടുകാര് ഇന്ന് ഇന്ന് പോക്കുവരവിനായി പോയി. കാരണം അവര് വാങ്ങിയ ഏതോ സമയത്ത് അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. പിന്നെ പോക്കുവരവ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. മുനമ്പത്ത് പോക്കുവരവ് നടത്താനായിട്ട് അധികം പേരൊന്നുമില്ല. അപ്പൊ പോക്കുവരവ് നടത്താൻ വലിയ ഡെസ്ക് റെഡിയാക്കി എന്നൊക്കെ പറയുന്നതിൽ എന്താ കഥ? മുനമ്പത്ത് പോക്കുവരവ് എല്ലാവരും നടത്തിയിട്ടുണ്ട്, പിന്നെ ഇതുപോലെ വളരെ ചുരുക്കം പേർക്ക്. അപ്പൊ ഇന്ന് ഈ കുടുംബം വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് പോക്കുവരവിന്റെ കാര്യങ്ങളായിട്ട് അന്വേഷിച്ചു. അപ്പോഴാണ് ഓഫീസിൽ നിന്ന് പറയുന്നത്, അത് വീഡിയോ വരെ വന്നിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് പറയുന്നത് കരം അടക്കാനേ പറ്റുള്ളൂ, മറ്റതിനുള്ള ഒന്നും ഇവിടെ സാധ്യമല്ല എന്ന് പറയുന്നു. അവര് ഇക്കാര്യം പറഞ്ഞ ഭാരവാഹിയെ വിളിച്ചറിയിക്കുന്നു. ഇത് ഞങ്ങൾ പോയപ്പോ ഇങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പൊ ആ ഭാരവാഹി പിന്നെ ഇവരോട് പറയുന്നു, മന്ത്രിയെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. മന്ത്രിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞത് പോക്കുവരവ് നടത്താനുള്ളവരുടെ ലിസ്റ്റൊക്കെ തരിക, അവരുടെ ഡോക്യുമെന്റ് തരിക, അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ബാക്കിയെല്ലാം ഞങ്ങൾ ശരിയാക്കി തരാമെന്നാണ്. ജോയ്സ്, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റവന്യൂ വകുപ്പും നിയമവകുപ്പും 2 വ്യത്യസ്ത വകുപ്പുകളാണ്. റവന്യൂ വകുപ്പിന്റെ ഡോക്യുമെന്റ് ഒക്ടോബർ 28 സത്യവാങ്മൂലമായിട്ട് ഈ കോടതിയിലെ സബ്മിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. കൊച്ചി തഹസിൽദാരാണ് അത് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ജയേഷ് എന്നാണ്, വി ജയേഷ് എന്ന കൊച്ചി തഹസിൽദാര് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഒന്ന് കേൾക്കുക ജോയ്സെ. ആസ് സച്ച് it would only be appropriate for this honorable court to permit the revenue authority to accept land tax from the landowners as well as issue revenue certificates in the interest of justice. അപ്പോൾ റവന്യൂ വകുപ്പിന് ഈ റവന്യൂ സർട്ടിഫിക്കറ്റ്സും കൂടി കൊടുക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് കൃത്യമായിട്ട് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്, സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ മുനമ്പങ്കാർക്ക് കൊടുക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറാണ്. കാരണം റവന്യൂ വകുപ്പിന് പറ്റിയ തെറ്റിനെ കുറിച്ച് അവർക്ക് നല്ല അവബോധമുണ്ട്. തങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് റവന്യൂ വകുപ്പിന് തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു സെന്റൻസ് അതിനകത്തുള്ളത്. എന്നാൽ പി രാജീവ് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവിന്റെ കീഴിലുള്ള നിയമവകുപ്പ് കോടതിയിൽ ഇത് പ്രസന്റ് ചെയ്തത് ഒക്ടോബർ 29 കൊടുത്ത ആപ്ലിക്കേഷൻ എന്താണ്, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് കൂടി കേൾക്കുക. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, it is humbly prayed that this honorable court may be pleased to clarify that the revenue authorities can collect tax from the persons holding the land in Kurupalli and Pallipuram villages as before in the interest of justice. അപ്പോൾ റവന്യൂ വകുപ്പ് സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു നൽകാൻ സമ്മതം പ്രകടിപ്പിച്ചപ്പോൾ നിയമവകുപ്പ് എന്ത് ചെയ്തു? അതിൽ ആദ്യത്തെ ഭാഗം മാത്രം കൊണ്ടുവന്ന് കോടതിയിൽ അവതരിപ്പിച്ചു. മനസ്സിലായോ? ഇതാണ് വിഷയം. ഇപ്പോൾ റവന്യൂ വകുപ്പ് ഈ പോക്കുവരവ് നടത്താൻ വേണ്ടി കാര്യങ്ങൾ ചെയ്താൽ അടുത്ത വിഷയം എന്താണെന്നറിയാവോ? കോടതി അലക്ഷ്യമാണ്. കോടതി അലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ മുനമ്പങ്കാര് ആകെ കടുംകെട്ടിലാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത്. ഇത് ആരുടെ ഇൻട്രസ്റ്റ് ആണ്? ഇതിന്റെ പിന്നുള്ള ഗൂഢാലോചന എന്താണ്? അപ്പോൾ ഈ സമരം നിർത്തിയവരൊക്കെ ഗൗരവമായിട്ട് ചിന്തിക്കണം. അവർക്ക് ചോദ്യം ചോദിക്കാൻ കഴിവില്ലാത്തവരാണോ? എനിക്ക് അറിഞ്ഞുകൂടാ. വായിച്ചാൽ മനസ്സിലാകാത്തവരാണോ? എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ജനത്തെ കൂടുതൽ ദുരിതത്തിലാഴ്ത്താൻ
ഈ ഭാരവാഹികൾ ഇനിയും തയ്യാറാകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ അച്ഛാ, ഞാൻ സമയത്തിന്റെ പ്രശ്നമുണ്ട് നമുക്ക്, എന്നാലും ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ അച്ഛനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ വഖഫ് എന്ന് പറയുന്നത് മുനമ്പത്തെ മാത്രം പ്രശ്നമല്ല. ശരിക്കും നമ്മൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മുനമ്പത്തെ പ്രശ്നമാണെങ്കിൽ പോലും വഖഫ് എന്ന് പറയുന്നത് ഇങ്ങനെ പരന്നു കിടക്കുന്ന, ആരെയും എപ്പോൾ വേണമെങ്കിലും ബാധിക്കാൻ പറ്റുന്ന ഒരു ദുരന്തം തന്നെയാണ്. അപ്പം ശരിക്കും കൂടുതൽ ഇപ്പം ഈ മുനമ്പത്തെ പ്രശ്നം പോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ഉള്ള ജനങ്ങൾക്ക്, സാധാരണക്കാരെ ഇത് എത്രത്തോളം ബാധിക്കാൻ അല്ലെങ്കിൽ എത്രത്തോളം ഭീകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? ജോയ്സ്, ഇനി അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ വഖഫ് നിയമ ഭേദഗതിയോടുകൂടി സകലവിധ ഭരണഘടനാ വിരുദ്ധമായ എല്ലാ, അല്ലെങ്കിൽ ശരിയത്ത് നിയമത്തെ ഇന്ത്യൻ പൗരന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന എല്ലാ വകുപ്പുകളും എല്ലാ സംഗതികളും മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. എന്നു മാത്രമല്ല, ഇന്ത്യൻ പൗരന്മാർക്ക് അപ്പീൽ പോകാനും ഹൈക്കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും സുപ്രീം കോടതി പോകാനും ഒക്കെ ഉള്ള അതിനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തെക്കുറിച്ച് ഇന്ത്യൻ പൗരന്മാർ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. വളരെ വ്യക്തമാണ്. വഖഫ് എന്ന് പറയുന്നത് മുൻപത്തിന്റെ മാത്രം പ്രശ്നമല്ല, കരമടയ്ക്കാനുള്ള അനുവാദം ലഭിച്ചതുകൊണ്ട് മാത്രം തീരുന്ന ഒരു പ്രശ്നവുമല്ല. ആരുടെ സ്വത്തിനും എപ്പോൾ വേണമെങ്കിലും അവകാശം ഉന്നയിക്കാമെന്ന ധാർഷ്ട്യമാണ് എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടത്. ഇത്തരം ഭീകരസത്വങ്ങളെ അനാവശ്യമായി പ്രോത്സാഹിപ്പിക്കുന്നത് വഴി സമൂഹം നേരിടാൻ പോകുന്നത് ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള ദുരന്തമായിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കുചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.